ഈ പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടുമുട്ടുന്ന കാവേരിയും രാഗിണിയും വഴക്കിടുകയാണ്. എനിക്ക് നിവിനെ വേണമായിരുന്നെങ്കിലേ ഒന്ന് ഞൊടിച്ചാൽ മാത്രം മതിയായിരുന്നു. മണ്ഡപത്തിൽ നിന്ന് നിന്നെ കാലിൽ വാരി തൂക്കിയെറിഞ്ഞിട്ട് നിവിൻ എന്നെ കൈപിടിച്ച് കയറ്റുമായിരുന്നെന്ന കാര്യത്തിൽ സംശയമുണ്ടോടി നിനക്ക്? ഞാൻ വേണ്ടെന്ന് വെച്ച് വലിച്ചെറിഞ്ഞ ജീവിതമാടി നീ ഇപ്പോൾ സ്വർഗമാണെന്ന് പറഞ്ഞ് കയ്യിൽ വെച്ച് നടക്കുന്നത്. എൻ്റെ ദയ, എൻ്റെ ഭിക്ഷ എന്ന് കാവേരി പറയുന്നത് കേൾക്കെ ദേഷ്യം സഹിക്കാനാവാതെ പിന്നെ എന്തിനാടി നീ ഞങ്ങളുടെ പുറകെ ചുറ്റി വളഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് രാഗിണിയും ചോദിക്കുക. ചുറ്റി വളഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് ഞാനല്ലടി, നിന്റെ അച്ഛനാ. അയാളാ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പിന്നാലെ നടക്കുന്നത്. അയാളുടെ ഉള്ളിലെ ഭയം കൊണ്ട് പുഷ്പവാടി നിറങ്ങിയ നായെ പോലെ ഞങ്ങളുടെ പുറകെ മണം പിടിച്ച് നടക്കുക. ആദ്യം നീ അയാളെ ചങ്ങലക്കിട്ട് പോട്ടെ, അത് കഴിഞ്ഞു മതി എൻ്റെ കാര്യം ആലോചിച്ച് വിഷമിക്കുന്നത് എന്ന് കാവേരി പറയുന്നവൾക്ക് ദേഷ്യത്തോടെ അച്ഛന് പറയുന്നോടി എന്ന് ചോദിച്ച് രാഗിണി അവളെ അടിക്കാനായി കൈയുയർത്തുമ്പോഴേക്കും കാവേരി അവളുടെ കൈ തടഞ്ഞു പിടിക്കുക. അവൾ രാഗിണിയുടെ കൈ പിടിച്ച് ഞെരിക്കുമ്പോഴേക്കും കൈവിടരി, കൈവിടാൻ എന്ന് രാഗിണി വിളിച്ച് പറയുന്നുണ്ട്. നിന്റെ അച്ഛനുണ്ടാക്കിയ ദുരന്തങ്ങളുടെ കയ്പുനീര് കുടിച്ചോണ്ടിരിക്കുക ഞാനും എൻ്റെ കുടുംബവും. നിനക്കിതൊക്കെ പലവട്ടം ഓങ്ങി വെച്ചിട്ടും എനിക്കില്ലെങ്കിലും എൻ്റെ അനിയത്തിമാർക്കെങ്കിലും ഒരു ജീവിതമുണ്ടല്ലോ എന്നോർത്ത് വെറുതെ വിട്ടിരിക്കുന്നതാ. അതിനിടയിൽ കയറി നീ എന്നെ ചൊറിയല്ലേ. മേലിൽ ഒരു വട്ടം കൂടി നിന്റെ കൈ എൻ്റെ നേരെ പൊങ്ങിയാ മൂക്കിന്തുമ്പ് ചൊറിയാൻ പോലും പിന്നെ അത് ഉയർത്തേണ്ടി വരില്ല നിനക്ക് എന്ന് പറഞ്ഞ അവളുടെ കയ്യിലെ പിടിവിട്ടെറിഞ്ഞ് കാവേരി അവിടുന്ന് നടന്നു നീങ്ങുകയാ. കാവേരി റിസപ്ഷൻ അരികിൽ നിൽക്കുമ്പോഴാണ് ശാരദ നിളയെയും കൊണ്ട് അങ്ങോട്ട് വരുന്നത്. എങ്ങോട്ടാ അമ്മ ഈ വയ്യാത്ത കൊച്ചിനെയും കൊണ്ട് എന്ന് കാവേരി ചോദിക്കേ ഇവൾക്ക് ഓണപ്പൂക്കളം കാണണമെന്ന്. ഓണമായെന്ന് ആ സിസ്റ്റർ പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞത്. ഈ ആശുപത്രിക്കകത്ത് അടച്ചുപൂട്ടിയിരിക്കുന്ന നമുക്ക് എന്തോണം, നീ കുഞ്ഞിനെ കൊണ്ടുപോയി പൂക്കളം കാണിക്കെന്ന് അമ്മ പറയേ. കാവേരി നിളയെ പൂക്കളം കാണിക്കാനായി കൊണ്ടുപോവുകയാ. അവിടെ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളെല്ലാം ചേർന്ന് ഭംഗിയിൽ പൂക്കളം ഒരുക്കുകയാ. കാവേരിയുടെ കൂടെ അങ്ങോട്ടെത്തുന്ന നിളയും സന്തോഷത്തോടെ അത് നോക്കി നിൽപ്പാം. പിന്നീട് അവൾ വിഷമത്തോടെ വീട്ടിലെല്ലാവരും സന്തോഷത്തോടെ ഓണം ആഘോഷിച്ച കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുകയാ. എല്ലാവരും സദ്യ കഴിക്കുമ്പോൾ നില ഓടി വന്ന് ഞാൻ അച്ഛൻ്റെ മടിയിലിരുന്നോളാം എന്ന് പറയുന്നതും ഓണത്തിനെങ്കിലും അച്ഛൻ സ്വസ്ഥമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കട്ടെ, ഇവിടെ സ്ഥലമുണ്ടല്ലോ വന്നിരുന്ന് കഴിക്ക് എന്നമ്മ പറയുന്നതും എങ്കിൽ അച്ഛൻ എനിക്ക് വാരി തരണമെന്ന് നിള വാശി പിടിക്കുന്നത്. അച്ഛനത് സമ്മതിക്കുമ്പോഴേക്കും അച്ഛൻ്റെ അരിയിലിരിക്കുന്ന നിളയ്ക്ക് അച്ഛൻ വാരി കൊടുക്കുന്നതെല്ലാം അവൾ സങ്കടത്തോടെ ഓർക്കുകയാ. സങ്കടം സഹിക്കാനാവാതെ കരഞ്ഞുകൊണ്ട് അവൾ ഓടിപ്പോകുമ്പോഴേക്കും കാവേരിയും അവളുടെ പുറകെ ചെന്ന് അവളെ പിടിച്ചു നിർത്തി. മോളെ എന്താ പൂക്കളം കാണണമെന്നല്ലേ പറഞ്ഞത് എന്നിട്ട് എന്ന് ചോദിക്കേ എനിക്ക് പൂക്കളം കാണണ്ട ചേച്ചി എന്നവൾ സങ്കടത്തോടെ പറയുന്നുണ്ട്. എന്താ മോളെ എന്ന് കാവേരി ചോദിക്കേ ചേച്ചി എന്ന് വിളിച്ച് നില കരഞ്ഞുകൊണ്ട് കാവേരിയെ കെട്ടിപ്പിടിക്കുകയാണ്. അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അച്ഛന് ഓർമ്മ വന്നോ എന്ന് കാവേരി ചോദിക്കേ. അതെ, കഴിഞ്ഞ വർഷം പൂക്കളം ഇടാനും സദ്യ വിളമ്പാനും ഒക്കെ അച്ഛൻ നമ്മുടെ കൂടെ ഇല്ലായിരുന്നോ ചേച്ചി? എനിക്കിപ്പം അച്ഛനെ കാണണമെന്ന് തോന്നുവാ, അച്ഛൻ്റെ അടുത്ത് പോവാനും ആ മടിയിലിരിക്കാനും ഒക്കെ തോന്നുവാ എന്നവൾ വിഷമത്തോടെ പറയേ. അതെന്തിനാ മോളെ അച്ഛൻ്റെ അടുത്ത് പോകുന്നേ? അച്ഛൻ മോളുടെ കൂടെ ഇല്ലേ എന്ന് കാവേരിയും ചോദിക്കുന്നുണ്ട്. നിളയും ചുറ്റുപാടും നോക്കി അച്ഛൻ ഇവിടെ ഉണ്ടോ ചേച്ചി എന്ന് ചോദിക്കേ. നമ്മൾ പോകുന്നിടത്തെല്ലാം അച്ഛൻ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ മോളോട് പറഞ്ഞതല്ലേ എന്ന് കാവേരിയും പറയുകയാണ്. അച്ഛൻ മരിച്ചുപോയി കഴിഞ്ഞിട്ടും സ്നേഹതീരത്ത് എവിടെയോ അച്ഛനുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ റൂമിലോ മുറ്റത്തോ ഒക്കെ അച്ഛൻ ഉണ്ടായിട്ട് തോന്നും. പക്ഷെ നമ്മളെ പുഷ്പവാടിയിൽ നിന്ന് പോകുന്നതിൽ പിന്നെ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല ചേച്ചി. അച്ഛൻ വരാത്തതുപോലെ, അച്ഛന് അവിടെ എന്തോ തടസ്സമുള്ളതുപോലെ. പക്ഷേ ഹോസ്പിറ്റലിൽ വന്നതിനു ശേഷം ഞാൻ അച്ഛനെ സ്വപ്നം കണ്ടു. മേലെ മേഘത്തിൽ നിന്ന് അച്ഛൻ എന്നെ വിളിക്കുക, അങ്ങോട്ട് വരാൻ പറഞ്ഞ്. പൈസ അടച്ചില്ലെങ്കിൽ ഓപ്പറേഷൻ നടക്കില്ലല്ലോ. ഗംഗേച്ചിയും സിസ്റ്റർമാരും ഒക്കെ പറയുന്നു നമ്മളെ കൊണ്ട് കാശ് അടയ്ക്കാൻ പറ്റില്ല ചേച്ചി എന്നവൾ സങ്കടത്തോടെ ചോദിക്കുന്നയാൾക്ക് കാവേരിയും കരച്ചിലോടെ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. പറ്റും മോളെ പറ്റും, മോളോടാരാ പണം അടയ്ക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞത്? ചേച്ചിയുടെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഞാൻ ആ പണം അടച്ചിരിക്കും, കരയില്ലെന്ന് പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ച് നിള പറഞ്ഞ വാക്കുകൾ വീണ്ടും കാവേരി ഓർത്തെടുക്കുക. ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം ഞാൻ അച്ഛനെ സ്വപ്നം കണ്ടു. മേലെ മേഘത്ത് നിന്ന് അച്ഛൻ എന്നെ വിളിക്കുക, അങ്ങോട്ട് വരാൻ പറഞ്ഞ് എന്നതോർക്കിയെ അവളുടെ കണ്ണുകൾ നിറയുകയാ. അവിടെ നരേന്റെ വീട്ടിൽ അപ്പോഴേക്കും പെൺവീട്ടുകാർ എത്തുകയാ. മുറ്റത്തേക്ക് കാർ വന്ന് നിൽക്കുമ്പോഴേക്കും സിറ്റൗട്ടിലിരിക്കുന്ന രഘുനാഥും സന്തോഷത്തോടെ എഴുന്നേറ്റുകൊണ്ട് ഗായത്രിയെയും അംബികയെയും വിളിച്ച് ദേ അവരിങ്ങെത്തി എന്ന് പറയുമ്പോഴേക്കും അംബികയും ഗായത്രിയും സിറ്റൗട്ടിലേക്ക് വന്ന് ദേ ഒരുക്കങ്ങളൊന്നും ആയില്ല എന്ന് പറയുന്നുണ്ട്. ആയതൊക്കെ മതി, ഇനിയൊരു 3 മണിക്കൂർ കഴിഞ്ഞ് വന്നാലും നീ ഇതൊക്കെ തന്നെ പറയും എന്ന് രഘുനാഥ് പറയുമ്പോഴേക്കും എനിക്ക് പെണ്ണിനെ കാണാൻ കൊതിയായിട്ട് വയ്യ എന്ന് ഗായത്രിയും പറയുന്നുണ്ട്. അങ്ങോട്ട് വന്ന ശിവരാജനും അത് കേട്ട് ഇവളെന്താ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലയോ എന്ന് മനസ്സിൽ പറഞ്ഞു നോക്കി നിൽപ്പാം. കാറിൽ നിന്ന് അച്ഛനും കൂട്ടരും ഇറങ്ങുന്നത് ശ്രദ്ധിച്ച് പെണ്ണില്ലാതെയാണോടി പെണ്ണ് കാണുന്നത് എന്ന് ശിവരാജൻ ഗായത്രിയോടായി ചോദിക്കുന്നുണ്ട്.
പെണ്ണ് കാണും എന്ന് ഗായത്രി പറയേ. അതിന് പെണ്ണ് കാണാൻ പെണ്ണ് എവിടെയെന്നാ ചോദിച്ചെന്ന് ശിവരാജനും. ഓ, പെണ്ണ് കാണുമെന്ന് പറഞ്ഞാൽ പെണ്ണുണ്ടാവുമെന്ന് ഗായത്രി പറയുന്ന കേൾക്കെ. ഓ, ഇനി ഉണ്ടായിട്ട് വേണോ പെണ്ണ് കാണാൻ എന്ന് ശിവരാജനും ചോദിക്കുക. രണ്ട് പുരുഷന്മാർ സിറ്റ് ഔട്ടിലേക്ക് കയറി വന്ന് രഘുനാഥിന് കൈ കൊടുക്കുമ്പോഴേക്കും വരണം വരണം, ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു എന്ന് അദ്ദേഹവും സന്തോഷത്തോടെ പറയുന്നുണ്ട്. ഞങ്ങൾ വൈകില്ലല്ലോ എന്നവർ ചോദിക്കേ. ഏയ് ഇല്ലെന്ന് രഘുനാഥ്. പെൺകുട്ടി എന്ന് അംബികാമ്മ അവരോടായി ചോദിക്കേ. ഗോപാല, പെൺകുട്ടിയെ വിളിക്കേ എന്ന് കൂടെയുള്ള ഒരാൾ പറയുന്നുണ്ട്. കമലമോളെ എന്ന് ഗോപാലൻ നീട്ടി വിളിക്കുമ്പോഴേക്കും കാറിൽ നിന്ന് പെൺകുട്ടിയുടെ അമ്മ ഇറങ്ങുകയാ. അവരെ കണ്ട് ശിവരാജനും ഗായത്രിയോടായി പറയുന്നുണ്ട്. പെണ്ണുണ്ടായിട്ട് വർഷങ്ങളായെന്ന് തോന്നുന്നു. സാരമില്ല, അവന്റെ ഒരു ടേസ്റ്റിന് ഇതൊക്കെ മതി. അപ്പോഴേക്കും ആ സ്ത്രീ അങ്ങോട്ട് കയറി വന്ന് നമസ്കാരം പറയുകയാ. അവർക്ക് നമസ്കാരം പറഞ്ഞ് അല്ല ഇത് എന്ന് രഘുനാഥ് അവരോടായി ചോദിക്കുന്നുണ്ട്. അത് കേട്ട് കൂടെ വന്നയാൾ പരിചയപ്പെടുത്തുന്നുണ്ട്. വിശദമായി പരിചയപ്പെടാം. ഞാൻ ശ്രീകണ്ഠൻ, ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പൾ ആയിരുന്നു. ഇതെന്റെ അനിയൻ ഗോപാലൻ, ഇത് അവന്റെ ഭാര്യ കമല. ഞാൻ പറയുന്നത് ഗോപാലൻ കേൾക്കുള്ളൂ, ഗോപാലൻ പറയുന്നത് കമല കേൾക്കുള്ളൂ. ഇവര് രണ്ടുപേരും പറയുന്നത് എന്ന് ശ്രീകണ്ഠൻ പറയുമ്പോഴേക്കും മോള് കേൾക്കൂ എന്ന് ശിവരാജനും ചാടിക്കയറി പറയുകയാണ്. ഇതാരാ ഇത് എന്ന് ശ്രീകണ്ഠൻ ചോദിക്കേ. എന്റെ മരുമോനാ എന്ന് രഘുനാഥും പറയുന്നുണ്ട്. ആ, ഒരു കുടുംബമായ സന്തോഷം മാത്രം പോരല്ലോ, സങ്കടവും വേണല്ലോ എന്ന് ശിവരാജനെ താങ്ങി ശ്രീകണ്ഠൻ പറയുന്നുണ്ട്. രഘുനാഥ് അവരെ പരിചയപ്പെടുത്തുക. ഈ നിൽക്കുന്നത് എന്റെ മോള ഗായത്രി, ഇയാളെ മനസ്സിലായി കാണുമല്ലോ, എന്റെ ഭാര്യ അംബിക എന്ന് പറയുമ്പോഴേക്കും എല്ലാവരെയും പരിചയപ്പെട്ട സ്ഥിതിക്ക് മോളെ വിളിക്കു ഗോപാല എന്ന് ശ്രീകണ്ഠൻ പറയുന്നുണ്ട്. ഗോപാലൻ കമലയോട് മോളെ വിളിക്കാനായി പറയുമ്പോഴേക്കും മോളെ ദിവ്യ ഇറങ്ങി വാ എന്ന് കമല വിളിക്കുകയാണ്. കാറിൽ നിന്നിറങ്ങിയ ദിവ്യയെ കണ്ട് അംബികമ്മയും പറയുന്നുണ്ട്. കൊള്ളാം, നല്ല ഐശ്വര്യമുള്ള കുട്ടി, കത്തിച്ചു വെച്ച നിലവിളക്ക് പോലുണ്ടെന്ന്. അത് കേൾക്കെ ദിവ്യയെ പുഞ്ചിരിയോടെ നോക്കി നിൽക്കുന്ന ഗായത്രിയോടായി ശിവരാജൻ പറയുന്നുണ്ട്. നിലവിളക്കെടുത്ത് അകത്തേക്ക് വെക്കാൻ പറ, വെയിലടിച്ച് പൊള്ളുമെന്ന്. മിണ്ടാതിരിക്കുന്ന ശിവരാജനെ വഴക്ക് പറയുന്നുണ്ട് ഗായത്രി. എന്നാ നമുക്ക് അകത്തേക്ക് ഇരിക്കാം, അകത്തിരുന്ന് സംസാരിച്ചാലോ എന്ന് രഘുനാഥ് പറയുമ്പോഴേക്കും അവരും സമ്മതിക്കുക. അങ്ങോട്ട് വരുന്ന ദിവ്യയോടായി വാ മോളെ, വലതുകാല് വെച്ച് അകത്തേക്ക് കയറ് എന്ന് അംബികമ്മ പറയുമ്പോഴേക്കും അവളും വലതുകാല് വെച്ച് അകത്തേക്ക് കയറുകയാണ്. അവിടെ മുകൾ നിലയിലെ സോഫയിൽ ആകെ ദേഷ്യത്തോടെ ഇരിപ്പാൻ നരേനും. അവരെ അകത്തേക്ക് സ്വീകരിച്ചെടുത്തി ചായ എല്ലാം കൊടുക്കുമ്പോഴേക്കും ശിവരാജനും പറയുന്നുണ്ട്. ഉള്ളത് പറയാലോ, സാധാരണ പെണ്ണു വീട്ടിലേക്ക് പോയി പെണ്ണിനെ കാണുന്നതാ പതിവ്. ഇതിപ്പോ പെണ്ണിനെയും കൊണ്ട് ചെറുക്കന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതൊരു കുറച്ചിലായിട്ടാ കാണുന്നത്. അതുകൾക്ക് അവരുടെ കൂടെ വന്ന ശ്രീകണ്ഠനും പറയുന്നുണ്ട്. അങ്ങോട്ടുള്ളത് പറയാലോ, വീട്ടിൽ തലതെറിച്ച ഒരു മരുമോനുണ്ടെന്നും അവൻ ഇങ്ങനെ തന്നെ പറയുമെന്നും രഘുനാഥ് നേരത്തെ മുന്നറിയിപ്പ് തന്നു. പോരാത്തതിന് അംബികാമ്മയുടെ അസുഖവും, അതുകൊണ്ട് ഞങ്ങൾക്കിതൊരു കുറച്ചിലായി തോന്നിയിട്ടില്ലെന്ന്. അതുകൾക്ക് ശിവരാജനും ദേഷ്യത്തോടെ ഗായത്രി ഒന്ന് നോക്കുകയാണ്. രഘുനാഥും അവരോടായി പറയുന്നുണ്ട്. സത്യം പറഞ്ഞ പല ആലോചനകളും നോക്കിയിട്ടുണ്ട്, എല്ലാം കൊണ്ടും തികഞ്ഞൊരു ബന്ധം ഇപ്പോഴാ വന്നത്. ദിവ്യയുടെ അരികിലിരിക്കുന്ന അംബികാമ്മയും സന്തോഷത്തോടെ പറയുന്നുണ്ട്. അവന്റെ ജാതകം നോക്കിയ ജ്യോത്സ്യരും അതുതന്നെയല്ലേ പറഞ്ഞത്. കേതുദശയുടെ അവസാനം ശുക്രദശയുടെ തുടക്കത്തിലാ കല്യാണമെന്ന് ശ്രീകണ്ഠനും സന്തോഷത്തോടെ പറയുന്നുണ്ട്. നേരത്തെ തന്നെ രണ്ടാളുടെയും പൊരുത്തമെല്ലാം നോക്കിയത് നന്നായി, എല്ലാം കൊണ്ടും ഉത്തമം. അപ്പോഴാണ് നരേൻ സ്റ്റെയർകേഴ്സ് ഇറങ്ങി താഴോട്ട് വരുന്നത്. അവനെ കാണുന്ന ദിവ്യ സന്തോഷത്തോടെ അവനെ നോക്കിയിരിക്കുമ്പോഴേക്കും നരേനും ഒരു പുഞ്ചിരിയോടെ താഴോട്ട് ഇറങ്ങി വരികയാണ്. അംബികമ്മ അവർക്ക് നരേനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതാ ഞങ്ങളുടെ കൊച്ചുമോൻ നരേൻ. അവൻ ഗായത്രിയുടെയും ശിവരാജന്റെയും അരികിലേക്ക് ചെന്ന് നിൽക്കുമ്പോഴേക്കും വാടാ ഇവിടെ വന്നിരിക്കാന്ന് പറഞ്ഞ് രഘുനാഥ് അവനെ വിളിക്കുന്നുണ്ടെങ്കിലും ഏയ് ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറഞ്ഞ് അവൻ ശിവരാജന്റെ അരികിൽ തന്നെ നിൽപ്പാ. ദിവ്യ പുഞ്ചിരിയോടെയും പ്രണയത്തോടെയും നരനെ തന്നെ നോക്കിയിരിക്കുന്നത് കാണാൻ അവനും പ്രണയപൂർവ്വം അവളെ തന്നെ നോക്കി നിൽപ്പാ. അവന്റെ നോട്ടം ശ്രദ്ധിക്കുന്ന ശിവരാജനും പരിഭ്രമത്തോടെ ഇവനെന്താടി ഇങ്ങനെ നോക്കുന്നത്, ഇവന്റെ നോട്ടം ശരിയല്ല കേട്ടോ എന്ന് ഗായത്രിയോടായി പറയുന്നുണ്ട്. അപ്പോഴാണ് നരനും അവളുടെ നേരെയുള്ള നോട്ടം പിൻവലിച്ച് എക്സ്ക്യൂസ് മീ, എനിക്ക് ഈ കുട്ടിയോടൊന്ന് സംസാരിക്കാനുണ്ടായിരുന്നു എന്ന് പുഞ്ചിരിയോടെ പറയുന്നത്. അതിനെന്താ, നിങ്ങൾ തമ്മിൽ പരിചയപ്പെടാനല്ലേ ഈ ചടങ്ങു തന്നെ, സംസാരിച്ചോളൂ എന്ന് ശ്രീകണ്ഠൻ പറയേ. ഗായത്രി ദിവ്യയുടെ അരികിലേക്ക് ചെന്ന് മോള് വാ എന്ന് പറഞ്ഞ് വിളിക്കുക. അത് കണ്ട് നരേനും വേണ്ട വേണ്ട, ഇളയമ്മ അവിടെ തന്നെ നിന്നാ മതി, എനിക്ക് ഈ കുട്ടിയോട് ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് പറയുന്നത് കേൾക്കെ അംബികാമ്മയ്ക്കും ഗായത്രിയുമൊക്കെ സംശയത്തോടെ അവനെ നോക്കുകയാണ്. കുട്ടി വാ എന്ന് വിളിച്ച് നരേൻ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോഴേക്കും ദിവ്യയും അവന്റെ പുറകെ ഇറങ്ങി ചെല്ലുന്നുണ്ട്. രഘുനാഥും പരിഭ്രമത്തോടെ അവിടുന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും കുട്ടികൾ തമ്മിൽ സംസാരിക്കട്ടെ, സാർ ഇവിടെ ഇരിക്കുന്ന ശ്രീകണ്ഠൻ പറയുകയാണ്. രഘുനാഥിന്റെയും അംബികാമ്മയുടെയും എല്ലാം പരിഭ്രമത്തോടെയുള്ള നിൽപ്പ് കണ്ട് ശിവരാജനും ചിരിയോടെ നിൽപ്പാ. അവിടെ സീറ്റോടിൽ നിൽക്കുന്ന നാരായണോടായി എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് മിണ്ടാതെ നിൽക്കുന്നത് എന്ന് ദിവ്യ ചോദിക്കുക. കുട്ടിയുടെ പേരെന്താ എന്ന് നരേൻ ചോദിക്കേ. ദിവ്യ എന്നവളും. മെഡിസിന് പഠിക്കുന്നല്ലേ എന്ന് നരേൻ ചോദിക്കേ. MBBS ഫൈനൽ ഇയറാ എന്നവളും പറയുന്നുണ്ട്. അപ്പോഴീ MBBS കഴിഞ്ഞിട്ട് ഹയർ സ്റ്റഡീസിനൊന്നും പോണമെന്നില്ലേ എന്നവൻ ചോദിക്കേ. ഉണ്ട് എന്നവളും. പിന്നെന്തിനാ ഇപ്പൊ ഒരു കല്യാണം, വീട്ടുകാർ നിർബന്ധിക്കുന്നുണ്ടാവുമല്ലേ എന്നവൻ ചോദിക്കേ. പുഞ്ചിരിയോടെ എന്നവളും സമ്മതിക്കുക. ഈ കല്യാണം കഴിഞ്ഞിട്ട് ഹയർ സ്റ്റഡീസിന് പോകുന്നതിൽ കുട്ടിയുടെ അഭിപ്രായം എന്താ എന്നവൻ ചോദിക്കേ. മിക്കവരും അതുതന്നെയാണല്ലോ ചെയ്യുന്നത്.
ഇനി ഏട്ടന് ഇഷ്ടമല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം എന്നവൾ പറയുന്നവൾക്ക് സംശയത്തോടെ അവളെ നോക്കി ആരാ ഏട്ടൻ എന്ന് നരൻ ചോദിക്കുക. ഇയാള് എന്നവൾ നാണത്തോടെ പറയേ ഞാനോ എന്നവനും ചോദിക്കുന്നുണ്ട്. എന്താ വേണ്ടതെന്ന് ഏട്ടൻ പറഞ്ഞാ മതി എന്നവൾ പറയേ. നമ്മുടെ വിവാഹ ജീവിതത്തിനെ കുറിച്ചൊക്കെ ഒരു കംപ്ലീറ്റ് പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. എനിക്കോ വിദ്യക്കോ ഒരു കുഴപ്പവും തട്ടാത്ത രീതിയിലേ എന്നവൻ പറയേ. വിദ്യയല്ല ദിവ്യ എന്നവൾ തിരുത്തുന്നുണ്ട്. എന്ത് ആരായാലും കുഴപ്പമുണ്ടാവില്ല, പക്ഷെ ശ്രദ്ധിച്ച് കേൾക്കണം. പിന്നെ കേട്ടില്ല മനസ്സിലായില്ല എന്നൊക്കെ പരാതി പറയാൻ നിൽക്കരുത്, മനസ്സിലായോ? ഈ മെഡിസിൻ ഒക്കെ ആവുമ്പോ കുറെ പഠിക്കാനുണ്ടാവില്ലേ എന്നവൻ ചോദിക്കേ. ഞാൻ പറഞ്ഞല്ലോ അത് വേണ്ടെങ്കിൽ എന്ന് ദിവ്യ പറയുമ്പോഴേക്കും നരൻ തടഞ്ഞുകൊണ്ട് അത് വേണം അത് വേണ്ടെന്ന് ആരാ പറഞ്ഞേ? വേണം വേണം. എത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാ മെഡിസിൻ ഒക്കെ സീറ്റ് കിട്ടണേ. ഈ MBBS MD ഒക്കെ പഠിച്ച് വിദ്യ വലിയൊരു ഡോക്ടർ ആവണമെന്ന എന്റെ ആഗ്രഹം എന്നവൻ പറയുന്നവൾക്ക് വീണ്ടും വിദ്യയല്ല ദിവ്യ എന്നവൾ തിരുത്തുന്നുണ്ട്. ആരായാലും ആയാ മതി എന്നവനും ചിരിയോടെ പറയുകയാണ്. അവളും സന്തോഷത്തോടെ താങ്ക് യു ഏട്ടാ എന്ന് പറയുന്നതുകൾക്ക് അവളുടെ ഒരു ഏട്ടൻ എന്ന് ദേഷ്യത്തോടെ മനസ്സിൽ പിറുവിറുക്കുന്നുണ്ട് നരേനും. അങ്ങനെയുള്ളൊരു പ്ലാനാ ഞാനിപ്പോ പറയാൻ പോകുന്നതേ. എനിക്ക് ഈ കല്യാണത്തിനൊന്നും വലിയ താല്പര്യമില്ല. അതുപോലെ വിദ്യ വീട്ടുകാരുടെ നിർബന്ധത്തിലാണ് ഈ കല്യാണത്തിന് തയ്യാറായതെന്നല്ലേ പറയുന്നത് എന്നവൻ ചോദിക്കേ. അല്ല അങ്ങനെയല്ല എന്ന് ദിവ്യയും. വിദ്യയല്ല ദിവ്യാണെന്നല്ലേ? അതൊക്കെ എനിക്ക് മനസ്സിലായി, അതൊക്കെ ഞാൻ തിരുത്തിക്കോളാം. നമ്മുടെ രണ്ടു വീട്ടുകാരും അറിയാത്തൊരു ബന്ധത്തിനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്നവൻ പറയുന്നവൾക്ക് എന്ന് വെച്ചാ എന്ന് ദിവ്യയും സംശയത്തോടെ ചോദിക്കുന്നു. കുട്ടി പേടിക്കൊന്നും വേണ്ട, നമ്മൾ കല്യാണമൊക്കെ കഴിക്കും, പക്ഷേ അത് നമ്മുടെ വീട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമായിരിക്കും. അതല്ലാതെ നമ്മളെ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന രീതിയിൽ ഒരു ബന്ധവും നമുക്കിടയിൽ ഉണ്ടാവാൻ പോകുന്നില്ല, മനസ്സിലായോ എന്നവൻ ചോദിക്കേ. ഇല്ല മനസ്സിലായില്ലെന്ന് അവളും. എന്ന് വെച്ചാൽ നമ്മൾ ബെഡ്റൂമിന് പുറത്ത് മാത്രമായിരിക്കും ഭാര്യയും ഭർത്താവും. ബെഡ്റൂമിനകത്ത് കയറിയാൽ നമ്മൾ രണ്ടുപേരും അപരിചിതരായ വ്യക്തികളായിരിക്കും. ഇപ്പൊ കുട്ടിക്ക് ആ കൺസെപ്റ്റ് മനസ്സിലായോ എന്നവൻ ചോദിക്കേ. ഇല്ല മനസ്സിലായില്ലെന്ന് അവളും. കുട്ടിക്ക് വേറൊരു കുട്ടി ഉണ്ടാവാൻ പോകുന്നില്ലെന്ന്, അത്തരത്തിലുള്ള ഒരു ബന്ധവും നമുക്കിടയിൽ ഉണ്ടാവാൻ പോകുന്നില്ല. ഇപ്പൊ മനസ്സിലായോ എന്നവൻ ചോദിക്കേ. ദിവ്യയും ആകെ ടെൻഷനോടെ നിൽപ്പാ. കുട്ടി ഓക്കെ അല്ലേ ഈ ബന്ധത്തിന് എന്നവൻ ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ വിഷമത്തോടെ ആലോചനയോടെ നിൽപ്പാ. കുട്ടി എന്ന് നരൻ വിളിക്കുമ്പോഴേക്കും ഒരു ഞെട്ടലോടെ അവൾ ഉണർന്ന് അമ്മയെന്ന് വിളിച്ച് അകത്തേക്കോടി പോവുകയാ. അവിടെ ശ്രീകണ്ഠനും രഘുനാഥിനോടായി പറയുന്നുണ്ട്, ഞങ്ങളൊരു ഡോക്ടറെയാ നിങ്ങൾക്ക് തരുന്നത്. അത് കേട്ട് രഘുനാഥും പറയുന്നുണ്ട്, വീട്ടിലൊരു ഡോക്ടർ ഉണ്ടാവുന്നത് കൊണ്ട് ഏറ്റവും ലാഭം എനിക്കും അമ്പയ്ക്കുമാ. ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന കാശ് ലാഭിക്കാലോ എന്ന്. അത് കേട്ട് അവരെല്ലാം പൊട്ടിച്ചിരിക്കുമ്പോഴേക്കും ദിവ്യ അങ്ങോട്ട് വന്ന് കരച്ചിലൂടെ അമ്മ എന്ന് വിളിക്കുക. അവൾ നിന്ന് സങ്കടത്തോടെ കരയുന്നത് കണ്ട് അവളുടെ അമ്മ എഴുന്നേറ്റ് ചെന്ന് എന്തിനാ നീ കരയുന്നത്? കരയാതെ കാര്യം പറ എന്ന് പറയേ. ദിവ്യ അമ്മയുടെ ചെവിയിൽ രഹസ്യമായി ആ കാര്യങ്ങളെല്ലാം പറയുക. അപ്പോഴേക്കും നരേനും അങ്ങോട്ട് കയറി വരുന്നുണ്ട്. ശിവരാജൻ നരേന്റെ അരികിലേക്ക് ചെന്ന് കല്യാണം വേണ്ടെന്ന് പറഞ്ഞിട്ട് നീ ആ പെണ്ണിനെ ഒറ്റയ്ക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്താടാ ചെയ്തത്? ഞാനൊന്നും ചെയ്തില്ല, ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞേന്റെയാ ഈ കരച്ചില് എന്ന് നരേൻ പറയുന്നവൾക്ക് ശിവരാജനും അമ്പരപ്പോടെ നോക്കി നിൽപ്പാം. അവളുടെ അച്ഛനും എഴുന്നേറ്റ് അവരുടെ അരികിലേക്ക് ചെന്ന് എന്താടി കാര്യം എന്ന് കമലയോടായി ചോദിക്കുമ്പോഴേക്കും അവരും അക്കാര്യം ഗോപാലിനോട് രഹസ്യമായി പറയുക. ശ്രീകണ്ഠനും അവരുടെ അരിയിലേക്ക് വന്ന് എന്തുവാടാ എന്നോട് കൂടി പറയേ എന്ന് പറയേ. ഗോപാലനും പറയുന്നുണ്ട്, ഏട്ടനിപ്പോ അതറിയണ്ട, ഏട്ടനാണല്ലോ ഈ ആലോചന കൊണ്ടുവന്നതെന്ന്. അത് കേട്ട് ശ്രീകണ്ഠനും ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്തിട്ടാ? അത് കേൾക്കെ പരിഭ്രമത്തോടെ രഘുനാഥും എന്താ കാര്യം എന്ന് ചോദിക്കേ. തറവാട്ടുകാരാണെന്ന് പറഞ്ഞിട്ട് ഇതാണോ തറവാടിത്തം എന്ന് ഗോപാലനും ചോദിക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് പറയൂ എന്ന് രഘുനാഥ്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട എന്ന് രഘുനാഥിനോടായി പറഞ്ഞ് കമലയെയും ദിവ്യയും വിളിച്ച് വാ ഇവിടെ നിന്ന് നമ്മൾ കൂടി നാറും എന്ന് പറഞ്ഞ് നരേന്റെ അരികിലേക്ക് ചെന്ന് നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ടാ എന്ന് താക്കീതോടെ പറഞ്ഞ് അവിടെ നിറങ്ങി പോവുകയാ. ശ്രീകണ്ഠനും നരേന്റെ അരികിലേക്ക് ചെന്ന് ശരിക്കും നീ എന്താ ഞങ്ങളുടെ കുട്ടിയോട് പറഞ്ഞത് എന്ന് ചോദിക്കേ. അത് അവരോട് ചോദിച്ചാ പറഞ്ഞു തരുമെന്ന് നരേനും. അവനെ ഒന്ന് ദേഷ്യത്തോടെ നോക്കി ശ്രീകണ്ഠനും ഇറങ്ങി പോവുകയാ. അംബികമ്മ നരേന്റെ അരികിലേക്ക് ചെന്ന് എന്താടാ ഉണ്ടായത് എന്ന് ചോദിക്കേ. ഒന്നുമില്ല, ഞാൻ ആ കുട്ടിയോടൊന്ന് സംസാരിച്ചേ ഉള്ളൂ എന്നവൻ പറയെ. സംസാരിച്ചിട്ട് നീ കല്യാണം വേണ്ടെന്ന് പറഞ്ഞോ എന്ന് ഗായത്രിയും ചോദിക്കുന്നുണ്ട്. അതെ, കല്യാണം നടക്കരുതെന്നല്ലേ അവനുള്ളൂ എന്ന് രഘുനാഥും പറയുന്നുണ്ട്. എന്റെ മുത്തശ്ശ അങ്ങനൊന്നും ഇല്ലെന്ന് നരേനും. കല്യാണം വേണ്ടെന്ന് നിന്നെ കൊണ്ട് പറയാൻ പറ്റാത്തത് കൊണ്ട് ആ പെൺകുട്ടിയോട് പറയാൻ പറഞ്ഞോ നീ എന്ന് ഗായത്രി സംശയത്തോടെ ചോദിക്കേ. എന്റെ പൊന്നിളയമ്മേ അങ്ങനെയൊന്നും ഇല്ല എന്ന് നരേൻ പറയുന്നവൾക്ക് എടാ നരനെ നീ ആ പെണ്ണിനെ വേറെ എന്തെങ്കിലും എന്ന് ശിവരാജനും ചോദിക്കുന്നുണ്ട്. ശിവേട്ടനൊന്ന് പോയേ എന്ന് ഗായത്രി അവനെ വഴക്കു പറയുകയാണ്. അംബികമ്മയും സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് ഇവനെ കൊണ്ട് ഒരു കാലത്തും എനിക്ക് മനസ്സമാധാനമില്ലല്ലോ എന്റെ ഗുരുവായൂരപ്പ എന്നും പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അവിടുന്ന് പോവുകയാണ്. എന്റെ മുത്തശ്ശി അങ്ങനൊന്നും ഇല്ല മുത്തശ്ശി എന്നൊക്കെ നരൻ വിളിക്കുന്നുണ്ടെങ്കിലും റൂമിലേക്ക് കരഞ്ഞുകൊണ്ട് പോവാൻ തുടങ്ങുന്ന അംബികാമ്മയ്ക്ക് പെട്ടെന്ന് നെഞ്ചുവേദന വരികയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. നിലയുടെ കണ്ടീഷൻ സ്റ്റേബിൾ അല്ലെന്നും എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണമെന്നും ഡോക്ടർ കാവേരിക്ക് വാണിംഗ് കൊടുക്കുന്നതും കാവേരിയെ ഗംഗ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് സംശയത്തോടെ ചോദ്യം ചെയ്യുന്നതും ഗീതേച്ചി തന്റെ കയ്യിലുള്ള കാശുമായി കാവേരിയെ കാണാൻ എത്തുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.